Hello children, welcome to Kids Area Online. Integration Day 3 എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം വളരെ എളുപ്പമായിരുന്നു. എല്ലാവരും നല്ലതുപോലെ എഴുതി ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? നിങ്ങളുടെ പാരൻസിന് ക്വസ്റ്റ്യൻ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ക്വസ്റ്റ്യൻ നമുക്കൊന്ന് അവർ പരിചയപ്പെടുത്തിയാലോ? റെഡി? ഓക്കെ. അതിനു മുൻപ് ടീച്ചർ മറ്റൊരു കാര്യം പറയട്ടെ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കാണ്. ലൈവ് സെഷനായിട്ടും റെക്കോർഡ് സെഷനായിട്ടും ക്ലാസ്സസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഒരിക്കൽ കൂടി പറയാം, 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്രിസ്മസ് എക്സാം കഴിയുമ്പോൾ, അതായത് ക്രിസ്മസ് കഴിയുമ്പോൾ നെക്സ്റ്റ് ടൈമിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. 1ാം ക്ലാസ്സിൽ ഇന്ന് ആദ്യം ചോദിച്ചത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഥ എഴുതുക, കഥ പറയുന്ന കൂട്ടുകാർ, ചിത്രം നോക്കി കഥ എഴുതുക എന്നുള്ളതായിരുന്നു. അമ്മക്കോഴി മുറ്റത്തിറങ്ങി കൂടെ കുഞ്ഞുങ്ങളും. അമ്മക്കോഴി മുറ്റത്തിറങ്ങി കൂടെ കുഞ്ഞുങ്ങളും. ദാ നോക്കിയേ, മുകളിൽ ആരുണ്ട്? പരുന്തുണ്ട്. മരത്തിൽ ആരുണ്ട്? കുരങ്ങനുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അതാണ് കഥയായിട്ട് എഴുതാനുള്ളത്. പരുന്തിനെ കുരങ്ങൻ ഓടിച്ചിട്ടുണ്ടാവുമോ? പരുന്ത് കുഞ്ഞുങ്ങളെ എടുത്തിട്ടുണ്ടാവുമോ? കുരങ്ങൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? അമ്മക്കോഴി എന്ത് ചെയ്തിട്ടുണ്ടാവും? അതെല്ലാം ചേർത്തിട്ട് ഒരു കഥ എഴുതുക. എല്ലാ കുഞ്ഞുങ്ങളും എഴുതിയിട്ടുണ്ടാവും. കഥ എഴുതിയാൽ മാത്രം പോരാ, അതിനെന്ത് ചെയ്യണം? കഥയ്ക്ക് ഒരു തലക്കെട്ട്, പേര് കൊടുക്കണം. കൊടുത്തായിരുന്നോ? യെസ്, അതായിരുന്നു 1ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രം നോക്കി കഥ എഴുതൂ. 2ാമത് ചോദിച്ച ചോദ്യം ഇതും ടീച്ചർ പഠിപ്പിച്ചായിരുന്നു. ഹൂ ഈസ് ഹൈഡിങ്? ആരാണ് ഒളിച്ചിരിക്കുന്നത്? അതിനായിട്ട് ടീച്ചർ പറഞ്ഞായിരുന്നു, അഡീഷനും സബ്ട്രാക്ഷനും പഠിച്ചിട്ട് പോകണം, കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ട് പോകണം. ടീച്ചർ ഇന്നലെ കുറച്ച് ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഹൈഡ് ചെയ്തിരിക്കുന്നത് ആരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ചെയ്തായിരുന്നോ? ഓക്കെ, ചെയ്തവർക്ക് നല്ല ഈസി ആയിരുന്നിട്ടുണ്ടാവും. ഗീവ് യെല്ലോ കളർ ടു ദ ബോക്സസ് വേർ യു ഗെറ്റ് 5 as the ആൻസർ. നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം എന്തു ചെയ്യണം? ഉത്തരം കണ്ടെത്തണം. കണ്ടെത്തിയിട്ടോ 5 ആൻസറായി വരുന്ന എല്ലാ കോളത്തിനും ബോക്സിനും കളർ നൽകണം. നോക്കിയാലോ, ഫസ്റ്റ് നമുക്ക്, എന്നിട്ട് അത് മാത്രം ചെയ്താൽ പോരാ, 5 കിട്ടിയതെല്ലാം ദാ ഇവിടെ നമ്മൾ കണ്ടോ പദസൂര്യൻ തയ്യാറാക്കില്ലേ, അതുപോലെ ദാ ഇവിടെ ഒന്ന് ഫില്ല് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 6 - 1 എന്താ? 5. അത് നമുക്കിവിടെ എഴുതണം. 6 - 1 = 5. 1 + 4. 1 + 4 എന്താ? 5. ഇവിടെ എഴുതുക. 1 + 4 = 5. നെക്സ്റ്റ് 10 - 5. 10ൽ നിന്ന് 5 പോയാൽ 5. അതിവിടെ എഴുതുക. 8 - 3. 8ൽ നിന്ന് 3 പോയാൽ 5. അത് നമ്മൾ ഇവിടെ എഴുതുക. 3 + 2 ഇവിടെ നൽകിയിട്ടുണ്ട്. 3 + 2 ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ 6 - 1 = 5 ആണല്ലോ. അപ്പോൾ 6 - 1 എഴുതണം. ഇവിടെ 8 - 3 എഴുതണം. 10 - 5 എഴുതണം. 1 + 4 എഴുതണം. കാരണം ഇതിൻ്റെ എല്ലാം ആൻസർ എന്തായിരുന്നു? 5 ആയിരുന്നു. ബാക്കിയുള്ളതൊന്നും കളർ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പക്ഷെ അതെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ എഴുതണം. 4 + 4 8. 10 + 5 15. 9 + 1 10. 4 - 1 3. നമ്മൾ അത് ചെയ്യണം. പക്ഷെ കളർ ചെയ്യേണ്ടത് 5 ആൻസറായി വരുന്നത് കളർ ചെയ്യണം. അപ്പോൾ ആരായിരുന്നു ഇവിടെ ഒളിച്ചിരുന്നത്? ബട്ടർഫ്ലൈ. ചെയ്തുവല്ലോ. ഈസി ആയിരുന്നില്ലേ? ഈസി ആയിരുന്നു. അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ടീച്ചർ പറഞ്ഞു പൂക്കൾ പഠിച്ചിട്ടേ പോകാവൂ. പല നിറത്തിലുള്ള പൂക്കൾ, നിറം നൽകാം, തരംതിരിക്കാം. ഈ പൂക്കൾ ഏതാണെന്ന് നോക്കുക, അതിന് അനുയോജ്യമായ നിറം നൽകുക. കോളാമ്പി മഞ്ഞ നിറം, തുമ്പ വെള്ള നിറം, ജമന്തി മഞ്ഞ നിറം, മുല്ല വെള്ള നിറം,
കണിക്കൊന്ന മഞ്ഞ നിറം, തെച്ചി ചുവപ്പു നിറം, ചെമ്പരത്തി ചുവപ്പു നിറം, ആമ്പൽ വെള്ള നിറം, പനിനീർ ചുവപ്പു നിറം. ഇതേ ചോദ്യം തന്നെ ടീച്ചർ എക്സാം പ്രിപ്പറേഷൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് നൽകിയായിരുന്നു. ഇതിൽ നിന്നും വെള്ളപ്പൂക്കൾ ഏതൊക്കെ, ചുവന്ന പൂക്കൾ ഏതൊക്കെ, മഞ്ഞപ്പൂക്കൾ ഏതൊക്കെ, ടീച്ചർ ഒന്നുകൂടി ഉൾപ്പെടുത്തിയിരുന്നു. നീലപ്പൂക്കൾ ഏതൊക്കെയെന്ന് കൂടി ഉൾപ്പെടുത്തിയിരുന്നു. ഇവിടെ നീലപ്പൂക്കളില്ല. ഇതേ ചോദ്യം തന്നെയായിരുന്നു. നിങ്ങളെല്ലാവരും ശരിയായി എഴുതിയെന്ന് വിശ്വസിക്കുകയാണ്. കാരണം ഇന്നലെയും ടീച്ചർ പറഞ്ഞായിരുന്നു അത് കണ്ടിട്ടേ പോകാവൂ, അത് പഠിച്ചിട്ടേ പോകാവൂ എന്ന് ടീച്ചർ ക്ലാസ് കഴിയാറായപ്പോൾ പറഞ്ഞിട്ടാണ് പോയത്. എല്ലാവരും നോക്കിയിട്ട് തന്നെയല്ലോ പോയത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ചുവപ്പ് പൂക്കൾ, മഞ്ഞപ്പൂക്കൾ, വെള്ളപ്പൂക്കൾ എന്താണോ നമ്മൾ ഹെഡിങ് കൊടുക്കേണ്ടത് അത് എഴുതണം. ചുവപ്പ് പൂക്കൾ ഏതൊക്കെയാണ് ഇതിൽ? ചെമ്പരത്തി, പനിനീർ, തെച്ചി. മഞ്ഞപ്പൂക്കൾ ഏതൊക്കെയായിരുന്നു? കോളാമ്പി, ജമന്തി, കണിക്കൊന്ന. വെള്ളപ്പൂക്കൾ ഏതൊക്കെയായിരുന്നു? തുമ്പ, മുല്ല, ആമ്പൽ. ഇതായിരുന്നു അടുത്ത ചോദ്യം. ശരിയായിട്ട് എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. നല്ലതുപോലെ നിങ്ങൾ നിറം നൽകിയിട്ടുണ്ടാവും. നിറം നൽകുന്നതിന് മാർക്കുണ്ട്, തരംതിരിക്കുന്നതിനും മാർക്കുണ്ട്. ചെയ്തുവല്ലോ? ഓക്കെ, അടുത്ത ചോദിച്ച ചോദ്യമായിരുന്നു ഹൗ മെനി ആർ ലെഫ്റ്റ് ഇൻ ദ ബോക്സ്. ബോക്സിൽ എത്ര എണ്ണം ഉണ്ട്? ഇതും ടീച്ചർ ഇന്നലെ പഠിപ്പിച്ചിട്ടാണ് വിട്ടത്. 5 ബലൂൺ ഉണ്ടായിരുന്നു. 3 ബലൂൺ പോയാൽ എത്ര? 8 പൂക്കൾ ഉണ്ടായിരുന്നു. 3 പൂക്കൾ പോയാൽ എത്ര? പഠിപ്പിച്ചിട്ട് വിട്ടത് ഓർമ്മയുണ്ടോ? തെറ്റാതെ എഴുതിയല്ലോ. 10 പൂക്കളുണ്ട്. ഈ ബോക്സിൽ 10 ഫ്ലവേഴ്സ് ഉണ്ട്. 6 ഫ്ലവേഴ്സ് അത് എടുത്തു, ഉപയോഗിക്കാനായിട്ട് എടുത്തു. ഇനി എത്ര ഉണ്ടാവും? 10 - 6 എത്രയാ? യെസ്, ഇവിടെ എത്ര പൂക്കളുണ്ട്? 7. ഇവിടെ 10 - 6 4 ആണ് കേട്ടോ, 4. ഇവിടെ 7 ഫ്ലവേഴ്സ്. എത്ര പൂക്കൾ എടുത്ത് മാറ്റി? 1 2 3 4. 7 - 4 ഈസ് ഈക്വൽ ടു 3. ഇവിടെ 5 പൂക്കളുണ്ട്. 5 പൂക്കളിൽ നിന്നും എത്ര പൂക്കൾ എടുത്തു? 2. അപ്പോൾ എന്ത് വരും? 5 - 2 ഈസ് ഈക്വൽ ടു 3. ഇവിടെ 9 പൂക്കളുണ്ട്. അതിൽ നിന്നും എത്ര പൂക്കൾ എടുത്തു? 1 2 3. ഇവിടെ 3 എഴുതണം, ഇവിടെ 2 എഴുതണം, ഇവിടെ 4 എഴുതണം. എഴുതിയല്ലോ. 1 2 3 4. 1 2 3 4. 4 എഴുതുക. 1 2. ഇവിടെ 2 എഴുതുക. 1 2 3. ഇവിടെ 3 എഴുതുക. എന്നിട്ടോ 7ൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 3 എന്നിവിടെ എഴുതുക. 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 3 എന്നിവിടെ എഴുതുക. 9ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 6. അതും എഴുതണം. എന്നിട്ടൊരു ചോദ്യം കൂടിയുണ്ട്. There are 8 flowers in a basket. ബാസ്ക്കറ്റിൽ 8 ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. മധുരിമ took 4 flowers. Put them in a box. എന്നിട്ട് എന്ത് ചെയ്തു? മധുരിമ അതിൽ നിന്ന് എത്ര എണ്ണം എടുത്തു? 4 പൂക്കൾ എടുത്തു. 8 പൂക്കൾ ഉണ്ടായിരുന്നു, 4 എണ്ണം എടുത്തു. How many flowers will be left in the basket? എത്ര എണ്ണം ഉണ്ടാവും ബാസ്ക്കറ്റിൽ ഇനി? 8 - 4 is equal to 4. ഇതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരും നല്ലതുപോലെ അറ്റൻഡ് ചെയ്തുവല്ലോ? അറ്റൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ട്യൂഷൻ്റെ കാര്യം മറക്കേണ്ട. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞ ഉടനെ നെക്സ്റ്റ് ടൈം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799. Okay children, bye bye. Thank you.